ഹലോ ഫ്രണ്ട്സ്, ടി ഫാമിലിക്ക് സ്വാഗതം. എന്നിട്ടും പറഞ്ഞു റൂമിന്റെ അടുത്ത് ഒട്ടകത്തിന് ഫുഡ് എടുക്കുന്ന സ്ഥലമുണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാണ്. ഷാനിനോട് ഒരു സ്റ്റെൻഡ് കാണിച്ചാൻ കേട്ടോ, എന്നിട്ട് ചെയ്ത് നല്ല കൈ വെച്ചുകൊണ്ട് എന്നിട്ട് ചിരിച്ചിട്ടുണ്ടാവും. ഒട്ടകം വച്ചാല് ഷാനുവിനെ കണ്ടേക്ക് തന്നെ അടുത്തേക്ക് വരുന്നു. ഓക്കെ, എന്താലേ ഷാനും ഒട്ടകം തമ്മിൽ അത്രയും കണക്റ്ററാണ്. ഒട്ടകം അവിടെ വൈബടിച്ച് ചില്ലടിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ കയറി ചെല്ലണത്. അപ്പൊ ചെക്കന്മാർക്ക് പിന്നെ പീരാന്ത് പിടിച്ചൂലേ. ഇത് രസടാ, ഒട്ടകം നമ്മളെ അടുത്ത് കണ്ടുവരും. അതിന് തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒട്ടകം വിചാരിക്കണ്ടാവും എത്തപ്പോ ചെയ്യ ഫാൻസിന്റെ ഓരോ കാര്യങ്ങള്. ഒട്ടകം ഒട്ടകത്തിനോട് പറയണ്ടാവും ഞമ്മക്ക് ഇത്ര വിലക്കെ ഉണ്ടായിരുന്നു, മലയാളികളെ മുമ്പിലുള്ള ഈ വിലന്ന്. ആയാശൊക്കെ കണ്ട മഴ മണ്ടിക്കുന്നു. ഒട്ടകം മറ്റേ തല നീട്ടിയപ്പോൾ മോനെ ഒട്ടകത്തിനടക്കം ടീം അവിടെ. ഒട്ടകത്തിന് നമ്മൾ തൊട്ടപ്പണ്ടേ മച്ചാന്റെ ചങ്ങായി വന്നിക്കണു. ഞാൻ ഇടപെടണോ ചോദിച്ചിട്ട് ഒട്ടക മച്ച ആറ്റിറ്റ്യൂഡ് ഇട്ട് കളിയില്ല കേട്ടോ. പ്രശ്നം ഉണ്ടായെങ്കിലും സ്ലോ മോഷനിലാണ് വന്നത്. ഒട്ടക മച്ചാണ്ട് അതിന്റെ ഇടയ്ക്ക് ഷാനുവിനൊക്കെ ഉമ്മക്കാൻ വരുന്നു. ശരി, ഇവനാള് ശരിയല്ല കേട്ടോ. ഇത് ഒട്ടകത്തിനെ കണ്ടിട്ട് കരയൊന്നല്ല കേട്ടോ, ചായ കിട്ടായിട്ടാണ് ഇത് കരയണത്. ഇവിടെ പിന്നെ ഫ്രഷ് ഒട്ടകപ്പാലും അതേപോലെ കോഴിമുട്ടൊക്കെ വിൽക്കാൻ വെച്ചു. ഒട്ടക മച്ചാനോട് ഞാൻ ചോദിച്ചു വേൾഡ് കപ്പ് ഒക്കെ വരെയല്ലേ, ആരെ ഫാനാണ് ചോദിച്ചോ. അപ്പൊ മച്ചാണ്ട് സുയ്യിട്ട് നിങ്ങക്ക് ഇങ്ങനെ ഒട്ടകത്തിനോട് ടാറ്റാനിട്ട് നമ്മൾ അടുത്ത സ്പോട്ടൊക്കെ എത്തി. അടുത്ത സ്പോട്ട് പറഞ്ഞാൽ അവിടെ വെറുതെ ഇങ്ങനെ നടക്കന്നെ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇടക്ക് അടികൂടെങ്കിലും ഇടക്ക് ഇങ്ങനെ ഓരോ സ്നേഹങ്ങളും കാണാം. ഫാമിലി ഫോട്ടോയിൽ ഷാനുവിനെ അയാശുവിനെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഇരുത്തിയതിന്റെ ക്ഷീണമാണ് എല്ലാരും മൂത്തും. അപ്പൊ ഇത് ഇവിടെ ഇത്രയുള്ളൂ. ഇൻഷാല്ലാ അടുത്ത നാളെ കാണാ. ബൈ.